ഹലോ കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സൺഡേ സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ മോൾക്ക് തലയിൽ ഇതേപോലെ താരനും പേനും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു പാക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കൊണ്ട് നേരെ പുഴയിലേക്കാട്ടോ പോയത്. പുഴയിൽ പോയിട്ടാണ് ഞാൻ അവൾക്ക് തലയിലൊന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാക്ക് എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇത് 100% നമ്മൾ ഉപയോഗിച്ച് അങ്ങനെ ക്ലിയർ ചെയ്തതാണ് കേട്ടോ. കാരണം നന്നായിട്ട് നമുക്കത് കുട്ടികൾക്ക് ഫലം ചെയ്യുന്നൊരു മരുന്നാണ്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരൊറ്റ തണ്ടേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു സൺഡേ മാത്രം നമ്മൾ ഇതേപോലെ കുട്ടികൾക്ക് തേച്ച് കൊടുത്താൽ മതിയാകും. എന്നാൽ തന്നെ നന്നായിട്ട് താരനും അതുപോലെ പേനുണ്ടെങ്കിൽ അത് പോവാനും, പക്ഷേ അതിനേക്കാട്ടുപരി മുടി നന്നായിട്ട് വളരും കേട്ടോ. പൊഴിച്ചിലൊക്കെ നിൽക്കും. അപ്പം നമ്മളിത് സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം. ഇത് നമുക്ക് ഇതേപോലെ കറ്റാർവാഴ നമുക്ക് അതിൻ്റെ ഉള്ളത്തെ ജെല്ലൊന്ന് മാറ്റിയെടുക്കാം. ഞാനിത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മഞ്ഞ കളറുള്ളൊരു കറയുണ്ടല്ലോ അത് പോയതിന് ശേഷം കേട്ടോ ഞാനിത് എടുത്തത്. നമ്മളിത് 2 തണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു തണ്ട് കൊണ്ട് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ. ഇനി ജ്യൂസ് ഉണ്ടാക്കാൻ അറിയുന്നില്ലെങ്കിൽ നമുക്കൊരു അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ഇതേപോലെ ഒരു കറ്റാർവാഴ ജ്യൂസ് റെസിപ്പി നമ്മൾ ഇടുന്നതായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറ്റാർവാഴൻ്റെ ജ്യൂസ്. നമുക്കത് കറ്റാർവാഴ എന്ന് തോന്നേയില്ല. ഓൾറെഡി കറ്റാർവാഴയ്ക്ക് വലിയ ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എന്താണോ ചേർക്കുന്നത് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ടേസ്റ്റോ മുന്നിൽ നിൽക്കുക. പിന്നെ ഇതാ ഞാൻ ഇന്നലെ തലേ ദിവസം തന്നെ നമുക്ക് കുറച്ച് ഉലുവ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അതൊന്ന് നന്നായിട്ട് കുതിർത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും തലേന്ന് വെള്ളത്തിലിട്ട് വെക്കണം ഉലുവ. നമ്മളതൊരു 3 ടീസ്പൂണോളം നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ടേ. ഉലുവയൊക്കെ നമ്മുടെ തലയ്ക്ക് തണുപ്പും മുടി വളരാൻ സഹായിക്കും. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റാട്ടോ ഉലുവ. പിന്നെ എന്താണ് നമ്മൾ ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടേ. ഒരു 6-7 മീഡിയം സൈസുള്ള ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇലയാട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം. ഈ ആര്യവേപ്പ് മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും അരയ്ക്കാൻ കഴിയില്ല കേട്ടോ. അതിങ്ങനെ ചതഞ്ഞ് കിടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എല്ലാ മിക്സും കൂടി ആകുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇത് നമുക്കൊരു 4-5 തണ്ട് പിന്നെ വേപ്പിൻ്റെ ഇല മതിയാകും കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. ബാക്കിയുള്ള ഇല നമുക്ക് ഉണക്കി പൊടിച്ചെടുത്ത് വയ്ക്കുകയാണെങ്കിൽ മുഖത്ത് തേക്കാൻ നല്ലതാട്ടോ. മുഖത്ത് നമ്മുടെ ഈ കറുത്ത പാട് അതുപോലെ കരിമംഗലമൊക്കെ ഉണ്ടെങ്കിൽ ഇത് തേച്ചാൽ പെട്ടെന്ന് മാറിക്കിട്ടും. പക്ഷേ എന്ത് കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മളിത് തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തുളസിയിലാണ്. ഒരു പിടി തുളസിയിലയും കൂടി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഈ ഒരു രീതിയിലുള്ള തുളസിയില നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സീൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് വലിയ ജാറിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ, അത് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ കുറേ ആളുകൾക്ക് 2-3 പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 2 ഇരട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ജാറിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് മുമ്പ് ഇതിലേക്ക് നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു മുട്ടയാണ്. ഒരു മുട്ട ഒന്നിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിൻ്റെ മഞ്ഞയൊന്നും മാറ്റി വയ്ക്കേണ്ട. മഞ്ഞയിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. നമുക്ക് മുടിക്ക് ഏറ്റവും ആവശ്യമുള്ളത് പ്രോട്ടീനാണ്. അപ്പോൾ നമുക്ക് ആ മഞ്ഞയും അതേപോലെ വെള്ളം എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇത് അരച്ചെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ, കുറച്ച് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഞാൻ എന്തായാലും ഇതിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാനിത് ഇങ്ങനെ തന്നെ ഈ ഒരു ലൂസ് മതി എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു അളവ് തന്നെയാട്ടോ ഞാൻ അവിടെ തലയിൽ തേച്ച് കൊടുക്കാൻ പോകുന്നത്. നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിതൊക്കെ നേരെ അരച്ച് വെച്ചിട്ട് നേരെ പുഴയ്ക്ക് പോകുക കേട്ടോ, തലയിലൊക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മൾ പുഴയിലേക്ക് പോകുന്ന ജസ്റ്റ് ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണം. നമ്മുടെ മിക്സ് ഉണ്ട് വളരെ സോഫ്റ്റായിട്ട്. ആ ഉലുവേൻ്റെയൊക്കെ ആ ഒരു കൊഴുപ്പ് ആ സോഫ്റ്റാണ് കാണുന്നത്. നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. സോ വി വെന്റ് ടു ദ റിവർ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽക്കൂടെ നടക്കാനായിട്ട് ഒരു മൺതിട്ട് ഒക്കെ അതിന് മുകൾക്കൂടെ നടന്നായിരുന്നു. പ്രളയം വന്നപ്പോൾ കോഴി മണ്ണാണിത്. അപ്പം അതിൻ്റെ മുകൾക്കൂടെ നടന്ന് പോകാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ അമ്മേൻ്റെ അച്ഛൻ്റെയും കയ്യിലൊക്കെ കൊടുത്തിട്ട് ഞാൻ നല്ല ഫ്രീ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചെറുതായിട്ട് ആഴം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴമുണ്ട്, എന്നല്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. മൺതിട്ടിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ നമുക്കൊരു ബീച്ചിൻ്റെ ഒരു ഫീലിങ്സാണ് വരാറ് അതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ. കാരണം ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടെന്ന് കാണാൻ. പിന്നെ നമ്മൾ മണലിൻ്റെ മുകളിൽ കൂടെ നടന്ന് തേക്കാൻ വേണ്ടി പോവാണ്.
ആ കാണുന്ന വൈറ്റായിരുന്നു വീട്, നമ്മുടെ വീട്. പിന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങി. ഇവിടെ ഒന്നും ആഴം ഉണ്ടായിരുന്നില്ല, പക്ഷേ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നന്നായിട്ട് ആഴം ഉണ്ടായിരുന്നു. ക്രോക്സ് ഇട്ടുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അങ്ങനെ നടന്ന് പോകുമായിരുന്നു. അതിന് ശേഷം പിന്നെ അമ്മയായിരുന്നു വീഡിയോ പിടിച്ച് ഞാൻ പോകുന്നത്. കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പോകാൻ. ക്രോക്സ് ഇട്ടപ്പോൾ കല്ലൊക്കെ ക്രോക്സിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നടക്കുമ്പോൾ കാലിലോട്ട് കുറച്ച് കുത്തുന്നുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഒരു പൊസിഷൻ കണ്ടെത്തിയിട്ട് അവിടെ ഇരുന്നു കേട്ടോ. ഞാൻ നിലത്തിരുന്നു. എന്നാൽ പിന്നെ നല്ല രസമാണ് ഇങ്ങനെ പുഴയുടെ കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങനെ നമുക്ക് തലയിലും തേക്കാം. ഇപ്പം ഐ ഫെൽ നല്ല എന്താ പറയുക, ഐ എം ഇൻ ദ ഹെവൻ അങ്ങനെ തോന്നി എനിക്ക്. പെട്ടെന്ന് തലയിലോട്ട് തേക്കുമ്പോൾ ചൂടെടുത്ത് നിൽക്കുന്ന ടൈമിലായിരുന്നു തേച്ചത്. അപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. തേച്ച് താരനും പേനും ഒക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല. തേച്ച് പിറ്റേഴ്സൊക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇത് ഓരോന്നായിട്ട് തേക്കുകയായിരുന്നു പണി. ഇങ്ങനെ ഓരോ ഭാഗത്തോട്ടും നല്ല രീതിയിൽ തന്നെ തേക്കുന്നുണ്ടായിരുന്നു. അതിന് പെട്ടെന്ന് ആവുന്നുണ്ടായിരുന്നു. ചെട അളിഞ്ഞുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് ഇങ്ങനെ ആക്കാൻ നല്ല ഒരു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തേച്ച ഡാൻഡ്രഫും പെയിനും പോകുന്നു മാത്രമല്ല, അത് മാത്രമല്ല മുടി നന്നായിട്ട് അങ്ങോട്ട് വളരുകയും ചെയ്യും കേട്ടോ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് സൺഡേസിൽ ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ, സൺഡേയിൽ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരുകയും ചെയ്യും, താരം പോവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ തല ചെറുതായിട്ട് താരനുണ്ട്, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് അമ്മ ചെയ്തിട്ടുള്ളത്. ഫൈനലി എൻ്റെ തല ഇങ്ങനെയായി. അടിപൊളിയായിരുന്നു കേട്ടോ. തല ഇങ്ങനെ ആക്കി കൊടുക്കാൻ എനിക്കൊരു മുട്ടച്ചീൻ്റെ ഫീലിങ്സ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.